ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ള ഒരു അപ്പം തയ്യാറാക്കാം. ഇതിൽ നമ്മൾ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് നോർമൽ പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് 3-4 തവണ നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു 5 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. കുതിർന്നു വന്നിട്ടുള്ള അരി നമുക്ക് 2 തവണയായിട്ടാണ് ഞാനിവിടെ അരച്ചെടുക്കുന്നത്. ഒരു മിക്സി ജാറിലേക്ക് പകുതി അരിയും 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും പകുതി തേങ്ങയും 1/2 കപ്പ് ചോറിൽ നിന്ന് പകുതി ചോറും 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകരുത്. ബാക്കിയിരിക്കുന്ന അരിയും തേങ്ങയും ചോറും മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ വെള്ളമാണ്. 3/4 കപ്പ് തേങ്ങ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ തേങ്ങ വെള്ളവും പഞ്ചസാരയാണ് നമ്മുടെ അപ്പത്തിന് നല്ല സോഫ്റ്റും അതുപോലെ പൊങ്ങി വരാനും സഹായിക്കുന്നത്. നല്ലതുപോലെ അരച്ചതിന് ശേഷം മിക്സ് ചെയ്ത് ഒരു 8 മണിക്കൂർ മാറ്റി വയ്ക്കാം. 8 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ മാവ് റെഡിയായിട്ട് വരും. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ അപ്പച്ചട്ടി വെച്ച് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അപ്പം